അതെ, ഞാനാണെങ്കിൽ സ്ഥിരമായിട്ട് ഈ മേഡത്തിന്റെ വീഡിയോസ് കാണാറുണ്ട് കേട്ടോ. അതെ, അന്ന് നമുക്ക് ചക്കക്കറി കിട്ടിയ ഒരു അമേരിക്കൻ ഷോപ്പില്ലേ, ഇപ്പൊ ഞാൻ അവിടെ വന്നേക്കുവാണേ. ഇത് എന്റെ പുറകെ കണ്ട, ഇതൊരു സ്നാക്ക് പോലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സീവീഡാ കേട്ടോ. നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം കേട്ടോ. മേഡം ആണെങ്കിൽ ലോസ് ആഞ്ചൽസിലാണ് താമസിക്കുന്നത്. അവിടുത്തെ വിശേഷങ്ങളും ഫുഡ് ഐറ്റംസിനെ കുറിച്ചിട്ടൊക്കെയാണ് വീഡിയോസ് ചെയ്യാറുള്ളത്. അത് കാരണം കണ്ടിരിക്കാൻ നല്ല രസമാണ്, ഞാൻ കാണാറുണ്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേഡം ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെ, മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ ആൽബത്തിലെ വീട് കാണിക്കാമേ. നമ്മുടെ ലാസ്റ്റ് ഇട്ട് MJ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് വീട്. ആ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഈ വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ മൈക്കിൾ ജാക്സന്റെ ത്രില്ലർ എന്ന് പറയുന്ന ആൽബം ഇതുവരെ കണ്ടിട്ടില്ല. നമ്മളങ്ങനെ എന്താ പറയുക, ഇംഗ്ലീഷ് മ്യൂസിക് ആൽബങ്ങളൊന്നും കാണുന്ന ഒരാളല്ല. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോഴത്തേക്ക് ഈ വീടൊക്കെ ഇതുപോലെ കാണിച്ച് പറഞ്ഞപ്പോൾ അത് കാണണമെന്ന് ഒരാഗ്രഹം തോന്നിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ യൂട്യൂബിൽ പോയിട്ട് ത്രില്ലർ എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ മൈക്കിൾ ജാക്സൺ ത്രില്ലർ ഒഫീഷ്യൽ 4K വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ വന്നു കേട്ടോ. ഇത് 4Kയിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ കണ്ടു. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പേടിച്ചു. പട്ടാപ്പകലിരുന്ന് കണ്ട വീഡിയോ ആണ്. ഇത്രയും പ്രായമായിട്ടും ഞാൻ നല്ല രീതിയിൽ പേടിച്ചു. വളരെ അടിപൊളിയായിട്ടാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇത് ലോകത്തുള്ള എല്ലാവരും കണ്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്ത, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കണ്ടിട്ടില്ല. ഇത് ഇത്രയും നാളായിട്ട് ഞാൻ ആ വീഡിയോ കണ്ടിട്ടില്ലായിരുന്നു. ആ വീഡിയോ കാണാൻ സഹായകരമായത് മേഡത്തിൻ്റെ വീഡിയോ ആണ്. അതിന് മേഡത്തിന് താങ്ക്സ്. അപ്പോൾ ഈ വീഡിയോ ത്രില്ലർ, മൈക്കിൾ ജാക്സൻ്റെ ത്രില്ലർ എന്ന് പറയുന്ന 1982 ഇറങ്ങിയ മ്യൂസിക് ആൽബം കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കാണുക. കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം, അല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അല്ല കേട്ടോ. ഇത്രയും വലിയ മ്യൂസീഷ്യൻ്റെ ആൽബത്തിനൊന്ന് റിവ്യൂ പറയാൻ നമ്മളൊന്നും ഒന്നുമല്ല. അപ്പോൾ അത് കണ്ടിട്ട് അത് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നല്ല രീതിയിൽ പഠിച്ചു. അത് കണ്ടു തീരുന്നവരെ വയറ്റിനകത്തൊരു തീ പോലെ ഇങ്ങനെ ഉരുട്ട് കയറുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് കണ്ടതിന് ശേഷം എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി, ബൈ ബൈ.